ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ഓരോ ദിവസം കഴിയും തോറും വലിയ രീതിയിലുള്ള പുരോഗതി നേടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 വർഷമായി ബഹിരാകാശത്തെ ഉൾപ്പെടുത്തി പ്രതിരോധ മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുകയാണ്. 10,000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള സബ്സോണിക് ക്രൂസ് മിസൈൽ നിർഭയ് ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. ഒഡീഷയുടെ തീരത്തു നിന്ന് തിങ്കളാഴ്ച രാവിലെയായിരുന്നു നിർഭയ് മിസൈലിൻ്റെ പരീക്ഷണം നടന്നത്. ഒരു വലിയ നേട്ടം തന്നെയാണ് ഇത്. 1000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള സബ്സോണിക് ക്രൂസ് മിസൈലായ നിർഭയ് ഇന്ത്യക്ക് വിജയകരമായി പരീക്ഷിക്കാൻ സാധിച്ചു എന്നതും ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള എയ്റോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആണ് മിസൈൽ രൂപകൽപ്പന ചെയ്തത്. പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇത് ഉപയോഗിക്കാൻ കഴിയും. ഈ നിർഭയ് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അണുവായുധവും സാധാരണ ആയുധങ്ങളും ഈ മിസൈലിന് ഉൾക്കൊള്ളാനാകും എന്നതും ഒരു വലിയ പ്രത്യേകതയാണ്. 42 മിനിറ്റ് 32 സെക്കൻഡിൽ ഇത് തൽസ്ഥാനത്ത് എത്തും എന്നതാണ് പ്രത്യേകതയും. ഒഡീഷയുടെ തീരത്ത് നിന്ന് തിങ്കളാഴ്ച രാവിലെയായിരുന്നു നിർഭയ് മിസൈലിൻ്റെ പരീക്ഷണം നടന്നത്. 2017 നവംബർ 7-നാണ് ഇത് അവസാനമായി മുൻപ് പരീക്ഷിച്ചത്. കഴിഞ്ഞ ദിവസവും ഇന്ത്യയുടെ കരുത്ത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കാട്ടിയിരുന്നു. ഇന്ത്യ ഉപഗ്രഹവേദ മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചതായിരുന്നു ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖല വാനോളം ഉയർത്തിയത്. അന്ന് തന്നെ ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണത്തിൽ 4ാമത്തെ ശക്തിയുള്ള രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിർഭയും ഇന്ത്യ പരീക്ഷിച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ശക്തിയായി മാറാൻ ഇപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. കടലിലും കരയിലും ആകാശത്തും മാത്രമല്ല, ബഹിരാകാശത്തുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞ തരത്തിൽ ഉപഗ്രഹവേദ മിസൈൽ കഴിഞ്ഞയാഴ്ച ഇന്ത്യ വിക്ഷേപിച്ചിരുന്നു. ഇന്ത്യയുടെ ഉപഗ്രഹവേദ മിസൈൽ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡ് ലോഞ്ച് കോംപ്ലക്സിലാണ് ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തിയത്. അതിവേഗം സഞ്ചരിക്കുന്ന ഉപഗ്രഹത്തെ തകർക്കാനുള്ള ശേഷി ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ ഉപയോഗിച്ച് 300 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണം ചെയ്തിരുന്ന ഇന്ത്യയുടെ ഉപഗ്രഹത്തെ തകർത്ത് എറിയുകയായിരുന്നു. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഇൻ്റർസെപ്റ്ററാണ് ഇതിന് ഉപയോഗിച്ചത്. ഇത് ലോകരാജ്യങ്ങളെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇന്ത്യയുടെ കീർത്തി വാനോളം ഉയർത്താൻ ഈ ഒരു ഉദ്യമത്തിലൂടെ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെങ്കിലും സമാധാനം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഉപഗ്രഹവേദ മിസൈൽ ശക്തി ആർജിച്ചതെന്നതും ശ്രദ്ധേയമാകുന്നു. ഒരു രാജ്യത്തിനുമെതിരെ മിസൈൽ ഉപയോഗിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുമില്ല. ഈ നീക്കം ഏതെങ്കിലും ഒരു രാജ്യത്തിന് എതിരല്ല എന്ന ലോക സമൂഹത്തിന് ഉറപ്പ് നൽകുക കൂടിയായിരുന്നു. ഇന്ത്യ ബഹിരാകാശം സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ട്. ഇന്ത്യയിലെ 130 കോടി ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം. യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കുകയല്ല, ക്രമസമാധാനം ഉറപ്പാക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്തായാലും ഒരു വലിയ നേട്ടം തന്നെയാണ് നിർഭയയിലൂടെ ഇപ്പോൾ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ബഹിരാകാശത്തെ പരീക്ഷണങ്ങളിൽ ഇന്ത്യ വലിയ നേട്ടം കൊയ്തിരുന്നു. ഇപ്പോൾ ഇതും രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ ഒരു പൊൻതൂവലായി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.